സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം തീർത്തും പ്രതിഷേധാർഹം തന്നെയാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകുക വേണം. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമാണോ? നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിന് പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ് മുഖ്യനിപ്പോൾ. കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച SFIക്കാരിൽ നിന്ന് പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കും നേരിടേണ്ടി വന്ന ദുരനുഭവം ശക്തമായി അപലപിക്കേണ്ടത് തന്നെയാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായി വേണം ഇതിനെ നമ്മൾ കാണുവാൻ. 4 വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ എന്ന പേരിൽ കോളേജിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ നടത്തിയ ശ്രമത്തിനിടെയാണ് ഈ അരുതാത്ത സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയത്. 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വക ചടങ്ങ് ഓൺലൈനിൽ നടക്കവേ ഹെൽപ്പ് ഡെസ്ക് രൂപീകരണം വൈകിയതിനെ ചൊല്ലിയാണ് SFIക്കാർ ഇടഞ്ഞത്. ഇതാണ് പിന്നീട് സംഘർഷത്തിലും പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും കായികമായി നേരിടുന്നതിൽ വരെ കലാശിച്ചത്. തങ്ങളല്ല, പ്രിൻസിപ്പളാണ് വിദ്യാർത്ഥി നേതാവിന്റെ കരണമടിച്ചു തകർത്തതെന്ന പരാതിയും ഉയർന്നു വന്നു. ഏതായാലും വിദ്യാർത്ഥി നേതാവും പ്രിൻസിപ്പളും ചികിത്സ തേടി ആശുപത്രിയിൽ പ്രവേശിച്ചു. 2 കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അക്കാദമിക് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്യാമ്പസുകൾ കലുഷിതമാകുന്നതും അധ്യയനം മുടങ്ങുന്നതും അത്യധികം നിർഭാഗ്യകരം തന്നെയാണ്. ക്യാമ്പസിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിൽ ഭീതി പരത്തി വിദ്യാർത്ഥികളെ വരുതിയിലാക്കാനുള്ള വിദ്യകൾ പയറ്റാറുള്ളത് ഇതാദ്യമായൊന്നുമല്ല. കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരണത്തിന്റെ പേരിൽ കോളേജ് മേധാവികളുമായി നേരിട്ടിടയാൻ ശ്രമിച്ചവരെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായി കാണാൻ എന്തായാലും പ്രയാസം തന്നെയാണ്. അക്രമം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടയിൽ മുഴങ്ങിക്കേട്ട ഭീഷണി നിറഞ്ഞ മുദ്രാവാക്യങ്ങളാകട്ടെ വിദ്യാർത്ഥികൾക്കല്ല, കവലച്ചട്ടമ്പിമാർക്ക് മാത്രം യോജിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ 2 കാലിൽ നടക്കില്ലെന്നും നെഞ്ചിൽ അടുപ്പ് കൂട്ടും എന്നൊക്കെ തങ്ങളുടെ ഗുരുനാഥന്മാരെ വെല്ലുവിളിക്കുമ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ജീർണത ഏതറ്റം വരെ എത്തിയെന്ന് ഊഹിക്കാൻ കഴിയും. കോളേജുകളിൽ, പ്രത്യേകിച്ചും സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ യൂണിയനുകളുടെ ദയാദാക്ഷിണ്യത്തിലാണ് കോളേജ് ഭരണം നിർവഹണം നടത്തുന്നതെന്ന് രഹസ്യമൊന്നുമല്ല. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി യൂണിയനുകൾക്ക് ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന ഘട്ടം എത്തുമ്പോഴാണ് സമൂഹം അതിനെതിരെ ശബ്ദമുയർത്താറുള്ളത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന കുട്ടിയുടെ ദാരുണ മരണത്തിന്റെ ഓർമ്മ മറക്കാറായിട്ടില്ല. ഭരണപക്ഷ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകരുടെ കിരാതമർദ്ദന മുറകളാണ് വീട്ടുകാരുടെ പ്രതീക്ഷയായിരുന്ന ആ മിടുക്കൻ കുട്ടിയുടെ മരണത്തിനിടയാക്കിയത്. ഇതുപോലുള്ള വേറെയും നിരവധി സംഭവങ്ങൾ ഇടയ്ക്കിടെ നടക്കാറുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ അതിർവിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ സത്വരമായി ഇടപെടാൻ മടിക്കുന്നത് കൊണ്ടാണ് ആർക്കും വഴങ്ങാതെ പലവിധ തോന്നിയാസങ്ങളിലേക്ക് അവർ തിരിയുന്നത് എന്നോർക്കണം. ജനങ്ങളിൽ നിന്ന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടും പിന്തുടർന്നു പോരുന്ന ജനാധിപത്യ വിരുദ്ധ പാത ഉപേക്ഷിക്കാൻ ഇക്കൂട്ടർ ഒരുക്കമല്ല എന്നതിന് തെളിവാണ് ഇപ്പോഴും അങ്ങ് കാണുന്നത്. കോളേജ് പ്രിൻസിപ്പലിന്റെ കാല് വെട്ടുമെന്നും നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അണികളെ ആവേശം കൊള്ളിക്കാൻ ഉതകുമെങ്കിലും കേൾക്കുന്നവരിൽ അവജ്ഞയും വെറുപ്പും മാത്രമേ അത് ഉളവാക്കുകയുള്ളൂ എന്ന് നേതാക്കൾ മനസ്സിലാക്കണം. ഗുരുദക്ഷിണ ഇவ்விதമാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയാതിരിക്കാനുള്ള വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം. വിജ്ഞാന സമ്പത്തിനൊപ്പം സംസ്കാരവും സ്വായത്തമാക്കുക എന്നതുകൂടിയാണ് കലാശാല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യം പാടെ മറന്നുകൊണ്ടുള്ള ഏത് പ്രവൃത്തിയും തിരിച്ചടി നൽകും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും പുനലൂർ SN കോളേജിലും കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് കോളേജിലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും നടന്ന സംഘർഷങ്ങൾ പ്രതിഷേധാർഹം തന്നെയാണ്. സർഗാത്മക ഇടങ്ങളായി മാറേണ്ട ക്യാമ്പസുകളിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതുസമൂഹത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവമതിപ്പുണ്ടാക്കുവാനേ സഹായിക്കുകയുള്ളൂ. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോയില്ല എങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. 4 വർഷ ഡിഗ്രി നടപ്പിലാക്കി മാറ്റത്തിന് കലാലയങ്ങൾ ചുവടുവെക്കുന്ന കാലത്ത് ഇത്തരം അക്രമി സംഘങ്ങളെ തങ്ങളുടെ സംഘടനകളിൽ നിന്നും ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും അവരെ കൃത്യമായ നടപടികൾക്ക് വിധേയരാക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകളും ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യം പാടെ മറന്നുകൊണ്ടുള്ള ഏതു പ്രവൃത്തിയും
തിരിച്ചടി നൽകുമെന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്.